ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ നമുക്കിപ്പം അതിഥി എത്തിയിരിക്കുന്നത് നമ്മുടെയൊക്കെയും പ്രിയപ്പെട്ട തിരുവനന്തപുരത്തിന്റെ ആരാധ്യ മേയർ ആര്യ രാജേന്ദ്രനാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം സ്നേഹത്തോടു കൂടി ആര്യ രാജേന്ദ്രനെ. ഗുഡ് മോർണിംഗ് ആര്യ രാജേന്ദ്രൻ, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. നമസ്കാരം. നമസ്കാരം ആര്യ. ഇപ്പോൾ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന പദവി, എന്ന സ്ഥാനമൊക്കെ, എന്ന പ്രവൃത്തിയൊക്കെ വളരെ മനോഹരമായി പൂർത്തിയാക്കി 5 വർഷം കടക്കുന്നു. ഇത്തവണ തിരഞ്ഞെടുപ്പിലേക്കില്ല എങ്കിലും പാർട്ടിയെ ഭരണത്തിലേക്ക് എത്തിക്കുക എന്ന ഒരു പൂർണ്ണ ഉത്തരവാദിത്തം കൂടി ആര്യയുടെ കയ്യിലുണ്ട്. അപ്പോൾ എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണവും പ്രവർത്തനവും ഒക്കെ? വളരെ നന്നായി തന്നെ പോകുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ. ഇവിടെ പറഞ്ഞതുപോലെ ഒരു ഇടതുപക്ഷ പ്രവർത്തകയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് മത്സരിക്കുക മാത്രമല്ല, ഇനി മത്സരിക്കാതിരിക്കുന്ന കാലഘട്ടത്തിൽ ആ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കാൻ കഴിയുക എന്ന ആശയമാണ് ഞങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങളൊക്കെ ശീലിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ അതിൽ പൂർണ്ണ സജ്ജമായി നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തതുപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ വളരെ വാശിയോടുകൂടി, വളരെ ആർജവത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങളെല്ലാവരും ഇവിടെ സജ്ജമായി തന്നെയുണ്ട്. ഓക്കെ ആര്യ, ഇപ്പം എനിക്ക് തോന്നുന്നു ആലത്തറ വാർഡിലെ സ്ഥാനാർത്ഥി മാഗ്നയാണ് ഇത്തവണത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി. 23 വയസ്സ്. ആര്യയും 23 വയസ്സിലാണ് തോന്നുന്നു മത്സരത്തിലേക്ക് വരുന്നത്. ആ മേയറാകുന്ന ആ ഒരു പ്രായവും 23 വയസ്സാണെന്ന് തോന്നുന്നു. ഇപ്പം 5 വർഷം നഗരസഭയൊക്കെ ഭരിച്ചു. ഇത്തവണത്തെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി പട്ടിക നോക്കുകയാണെങ്കിൽ 30 വയസ്സിന് താഴെ 13 പേരുണ്ട്. അപ്പം ഈ യുവാക്കളുടെ പ്രാതിനിധ്യം കൂടുന്നത് പാർട്ടിക്ക് നൽകുന്ന ഒരു കോൺഫിഡൻസ് എത്രത്തോളമാണ് ആര്യ? ഇപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പും അതിനു മുൻപുമൊക്കെ ഇടതുപക്ഷം എന്നും യുവജന പക്ഷത്ത് നിന്നുകൊണ്ട് യുവജനങ്ങളെ ഈ മേഖലയിൽ പ്രോത്സാഹിപ്പിച്ച് പുതിയ തലമുറയിലെ ജനപ്രതിനിധികളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതായി നമുക്കറിയാം. അങ്ങനെയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാം രാഷ്ട്രീയ രംഗത്തേക്ക് പ്രത്യേകിച്ചും ജനപ്രതിനിധികളെയൊക്കെ ഉയർന്നു വന്നിട്ടുള്ളത്. ഇത്തവണയും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള യുവജനങ്ങൾ, 30 വയസ്സിൽ താഴെയുള്ള നിരവധിയായിട്ടുള്ള പുതുമുഖങ്ങൾ ഈ ജനപ്രതിനിധികളായി മത്സരിക്കുകയാണ്, വിധി തേടുകയാണ്. അതെല്ലാം ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നാട് കാണുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇടതുപക്ഷത്തിലെ ഒരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിനെ ലോകരാജ്യങ്ങൾ അതുപോലെ തന്നെ നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പല രാഷ്ട്രീയ പാർട്ടികളും പുതിയ മുഖങ്ങളെ, പ്രത്യേകിച്ച് യുവജനങ്ങളെ മത്സരിപ്പിക്കാം എന്നുള്ള ഒരു ധാരണയിലേക്ക് അവരുടെയൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അവരാലോചിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു മാതൃകയായത് ഇടതുപക്ഷമാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് ഞാനെപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം. ആര്യ, എനിക്കിപ്പം ആര്യയോട് സംസാരിക്കുന്ന സമയത്ത് അന്ന് ആര്യ ജയിച്ച ആ ഒരു സമയമൊക്കെ ഓർമ്മ വരുന്നത്. അന്ന് ഈ മേയറാക്കി ആ ഒരു പ്രഖ്യാപനമൊക്കെ വന്നതിൻ്റെ അന്ന് രാത്രി ഞാൻ മുഴുവൻ ആര്യയുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര തിരക്കാണ്, നല്ല തിരക്കുള്ള സമയം. ആര്യ ഈ എല്ലാവരോടും മിണ്ടാൻ ഇങ്ങനെ ഓടണം, അമ്മയും അച്ഛനും ഒക്കെ. അമ്മ അന്ന് ഒരു ഗ്ലാസ് കട്ടൻ ചായക്ക് എനിക്ക് എന്നിട്ട് പറയും, മോൾ ഇവിടെ ഇരിക്കുക, ഇപ്പം ആര്യ വരുമെന്ന് പറഞ്ഞു. പിന്നീടാണ് നമ്മൾ സംസാരിച്ച് ഞാനൊരു പത്രത്തിന് വേണ്ടിയിട്ട് ഒരു ലേഖനം എഴുതാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ഇരുന്ന് സംസാരിക്കുന്ന കാര്യമൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മ വരികയാണ്. അപ്പോൾ അന്ന് ആ ഒരു ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയൊരു ഉത്തരവാദിത്തം വരികയാണ്. ഇപ്പം അറിയാം, ബാലസംഘത്തിലേക്ക് ഒരു പരിചയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ തീർത്തും ഭിന്നമാണ് ഒരു നഗരസഭയുടെ മേയർ ആവുക. ഒരു സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പദവിയിൽ, പ്രോട്ടോകോൾ അനുസരിച്ച് എനിക്ക് തോന്നുന്നു ചീഫ് സെക്രട്ടറിക്ക് മേലെയാണ് മേയറിൻ്റെ ഒരു അധികാരമൊക്കെ അല്ലെങ്കിൽ ആ ഒരു സ്ഥാനമൊക്കെ വരുന്നത്. അപ്പോൾ അന്ന് ആ ഒരു സ്ഥാനം പാർട്ടി അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്തം പാർട്ടി ഏൽപ്പിച്ച സമയത്ത് ആര്യയുടെ മനസ്സിലൂടെ കടന്നുപോയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ അതിനെ ഓർക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഇപ്പോഴും അപ്പോഴും ഒക്കെ സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി വലിയ കാഴ്ചപ്പാടുകളാണല്ലോ ഞങ്ങളെ പോലെയുള്ള പുതിയ തലമുറയിലെ സ്ഥാനാർത്ഥികളെ ആയിട്ടും പുതിയ തലമുറയിലെ ആളുകളെയൊക്കെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരുന്നത്. പാർട്ടി ഒരുപാട് കാഴ്ചപ്പാടുകൾ വെച്ചിട്ടാണ്. ജനങ്ങളും അത്തരത്തിൽ തന്നെയാണ് വിജയിപ്പിക്കുന്നത്. നമ്മൾ മത്സരിക്കുന്ന സമയത്ത് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിനുള്ള നമുക്കുള്ള അംഗീകാരമാണ് ജനങ്ങൾ നൽകുന്നത്. അപ്പം ആ നിലയിൽ വലിയ സന്തോഷവും അഭിമാനവും ഉണ്ട്. 5 വർഷത്തിന് മുൻപുള്ള കാര്യം നമ്മുടെ ആങ്കർ ഇവിടെ സൂചിപ്പിച്ചതിലും എനിക്ക് സന്തോഷമുണ്ട്. സാധാരണ എല്ലാവരും വിമർശിക്കാൻ മാത്രം സമയമെടുക്കുമ്പോൾ അഭിനന്ദിക്കാനും ആ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കാനും ഒക്കെ ഒരു സമയം കണ്ടെത്തുന്നതിനുള്ള സന്തോഷവും എനിക്കുണ്ട്.
ആ ഉത്തരവാദിത്തം പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആ പാർട്ടി ഏൽപ്പിച്ച, ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ പരമാവധി ഭംഗിയായി നിറവേറ്റാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷ ജനങ്ങളോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റാണ്. ഒരു ജനപ്രതിനിധി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്താണ്, ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്താണ് എന്ന ഉറച്ച ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്ത കാര്യങ്ങളാണ്. പിന്നെ അതിനൊരു പ്രായമോ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊരു വലിയ ഒരു പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാര്യം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, കാര്യങ്ങൾ ആര്യയുടെ പ്രവർത്തനം കൊണ്ട് തന്നെ ഫലിപ്പിച്ച ഒരു കാര്യമാണ്. കാരണം ഒരു 23 വയസ്സുള്ള ഒരു പെൺകുട്ടി ഈ അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് ഒത്തിരി വിമർശനങ്ങളൊക്കെ ആ സമയത്ത് കേട്ടിരുന്നു. ഈ കുട്ടി വന്നിട്ട് എന്താണ് ചെയ്യുക എന്നൊക്കെ തുടങ്ങിയ വിമർശനങ്ങൾ നമ്മളും അടക്കം കേട്ടിരുന്നു. പക്ഷെ അതങ്ങനെയൊന്നുമില്ല. പ്രായമൊന്നും ഒന്നിനും ഒരു പ്രശ്നമേ അല്ല, ഒരു വിലങ്ങുതടിയേ അല്ലാന്ന് കൂടി ആര്യ തെളിയിച്ചൊരു 5 വർഷം കൂടിയാണ്. ആര്യ ഇപ്പം ഇത്തവണത്തെ ഭരണം പിടിക്കുമെന്ന് BJP പറയുന്നുണ്ട്, തിരിച്ചുവരവ് നടത്തുന്ന UDF പറയുന്നുണ്ട്. തിരുവനന്തപുരത്തിന്റെ ഭരണം LDFന് നഷ്ടമാകുവാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഏൽക്കുമെന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് കൂടി ഇപ്പം ആര്യക്കുണ്ടോ? അല്ല, LDFന് അത് നഷ്ടമാകും ഉണ്ടെങ്കിൽ മാത്രമല്ലേ അത് പറയേണ്ട ആവശ്യം. അതെ, അത്രേ ഉള്ളൂ. തിരുവനന്തപുരത്തിന്റെ ഒരു ചരിത്രം നമുക്കറിയാലോ. LDFനെ എന്നും ചേർത്ത് വെച്ച ജനങ്ങളാണ് ഈ തിരുവനന്തപുരം ജനത എന്ന് പറയുന്നത്. ഇപ്പൊ BJPയും UDFും ഒക്കെ ഉന്നയിച്ചിട്ടുള്ള എല്ലാ രാഷ്ട്രീയ വിമർശനങ്ങളും, രാഷ്ട്രീയ തെറ്റായ പ്രചരണങ്ങളും ഒക്കെ ജനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തിയത് എന്ന് തിരുവനന്തപുരം നഗരസഭയുടെ ഈ ഭരണസമിതി ചുമതലയേറ്റതിന് ശേഷം ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടല്ലോ. എനിക്കൊന്ന് നഗരസഭയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനപ്രതിനിധികളെ നഷ്ടപ്പെടുന്നതും ഈ ഭരണസമിതിയുടെ കാലത്താണ്. ആ തെരഞ്ഞെടുപ്പുകൾ, ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതും ഈ ഭരണസമിതിയുടെ കാലത്താണ്. അങ്ങനെ 4 ഉപതെരഞ്ഞെടുപ്പുകൾ നേരിടേണ്ടി വന്നു. നമ്മൾ ശരിക്കും രാഷ്ട്രീയപരമായി ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഏതാണ്ട് 20-25 വർഷമായി BJP അവരുടെ ഒരു കുത്തക സീറ്റ് എന്ന് പറഞ്ഞിരുന്ന ഒരു സീറ്റ് ഉൾപ്പെടെ തിരിച്ചു പിടിച്ച് 55 ഞാൻ ചുമതലയേൽക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കക്ഷിനില അതിൽ നിന്ന് 56 വന്നത് ഒരു ചരിത്ര സംഭവം തന്നെയാണ്. ഈ പ്രചരണമൊക്കെ അവർ അപ്പോഴും നടത്തിയിരുന്നു. എനിക്ക് അതുകൊണ്ടാണ് ഞാൻ വളരെ കൂളായി ഇപ്പം നമ്മളെയൊക്കെ പറ്റി പല നേതാക്കളും, BJPയിലെ നേതാക്കളും അല്ലാത്തവരും ഒക്കെ ഇപ്പൊ രാഷ്ട്രീയത്തിന്റെ ഭാഗമായ ഒരു പല കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. ഞാൻ അതിലൊന്നും വറീഡാവാത്തത്, എൻ്റെ പ്രസ്ഥാനം വറീഡാവാത്തത് ഇതിനേക്കാൾ വലിയ പ്രചരണം ഒരു സ്ത്രീ എന്ന നിലയിലുള്ള ഒരു ഇതും കാണിക്കാതെ ഈ തെരഞ്ഞെടുപ്പുകളിൽ നടത്തിയിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ അതെല്ലാം തള്ളിക്കളഞ്ഞാണ് കഴിഞ്ഞ 4 ഉപതെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ചും വെള്ളാർ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നഗരസഭയോടൊപ്പം ചേർന്ന് നിന്നത്. ആ വിജയം ജനങ്ങൾ നമുക്ക് നേടിത്തരുമ്പോൾ ഇനി വരാൻ പോകുന്ന തുടർന്നുള്ള ഭരണസമിതിക്കുള്ള അംഗീകാരം അത് മുൻകൂട്ടി ഞങ്ങളിപ്പോൾ തരികയാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൽ ഇടതുപക്ഷത്തിനല്ലാതെ മറ്റാർക്കെങ്കിലും തിരുവനന്തപുരം നഗരസഭയിൽ വിജയിക്കാം എന്നുള്ള ഒരു ധാരണയുണ്ടെങ്കിൽ അത് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പോടുകൂടി മാറ്റിക്കൊടുക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതൊരു വെല്ലുവിളിയൊന്നുമല്ല, പക്ഷെ ജനങ്ങൾ ആ ബോധ്യം ജനങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പം മുൻ മേയർ നിയമസഭയിലുണ്ട്, നമ്മുടെ പ്രശാന്ത് ബ്രോ നിയമസഭയിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടിയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ ആര്യയുടെ പേര് വരാത്തെന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ല, അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. അതൊക്കെ ഓരോ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് പാർട്ടി തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. ഭാവിയിൽ എന്താകും എന്നുള്ള ചിന്തയിലല്ല നമ്മൾ ഇന്നത്തെ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ഞങ്ങൾ അങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ കുടുംബം, അച്ഛനും അമ്മയും എൻ്റെ സഹോദരൻ ഉൾപ്പെടെയുള്ള എല്ലാവരും എൻ്റെ കുടുംബത്തിൽ ഈ പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകളാണ്. സഹോദരൻ ഇപ്പോൾ വിദേശത്തായതുകൊണ്ട് മാത്രം അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ് ഇല്ല. ബാക്കി എല്ലാവർക്കും അച്ഛൻ ബ്രാഞ്ച് സെക്രട്ടറിയാണ്, അമ്മ മറ്റൊരു ബ്രാഞ്ചിലെ അംഗമാണ് പാർട്ടിയുടെ. അപ്പോൾ അങ്ങനെ വളർന്നു വന്ന ഞങ്ങളുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ നാളെ എന്ത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്താണോ പാർട്ടി തീരുമാനിക്കുന്നത് അതിനോടൊപ്പം പൂർണ്ണമായി നിൽക്കുക എന്നുള്ളതാണ്. അതിൽ ഈ സീറ്റ് കിട്ടുക, മത്സരിക്കുക എന്നത് മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തനം. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സംഘടനാ പ്രവർത്തനം. ഇപ്പോൾ ജനപ്രതിനിധികളായിരുന്നാൽ മാത്രമല്ലല്ലോ ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടാൻ കഴിയുന്നത്. ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും, ഏത് സംഘടനാ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ഘട്ടത്തിലും ജനകീയ വിഷയങ്ങളിൽ ഇടപെടുക എന്നതാണ് പാർട്ടി പറഞ്ഞിട്ടുള്ള കാര്യം. ആ നിലയിൽ പ്രവർത്തിക്കാൻ കഴിയണം.
സ്വാഭാവികമായും മുൻ മേയർ എന്ന നിലയിൽ VK പ്രശാന്തിന് കിട്ടിയ ഒരു വലിയ അംഗീകാരമാണ്. അദ്ദേഹം എന്നെയും ഒരുപാട് കാര്യത്തിൽ മേയറായി ചുമതല ഏൽക്കുമ്പോൾ എനിക്കും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതൊരു അംഗീകാരമാണ്. അത് എല്ലാ തവണയും എല്ലാവർക്കും പാർട്ടിയുടെ ആലോചനയിൽ എന്താണോ വരുന്നത് അതായിരിക്കും നടക്കുക. ഓക്കെ, ഇപ്പം 5 വർഷം നീണ്ട ഒരു ഭരണകാലമാണ്. ഇപ്പം എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ വളരെ പെട്ടെന്ന് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന എന്തൊക്കെ ഇടപെടലാകും ആര്യ നമുക്ക് പറയാൻ പറ്റുക. ഒപ്പം തന്നെ ഒരുപാട് വിമർശനങ്ങളൊക്കെ നേരിട്ടിരുന്ന ഒരു 5 വർഷം കൂടിയാണ്. അപ്പോൾ ആ വിമർശനങ്ങളെയൊക്കെ ആ കാലഘട്ടത്തിൽ ആ സമയത്തൊക്കെ എങ്ങനെയാണ് നേരിട്ടത്? ഈ 5 വർഷക്കാലം നഗരസഭയ്ക്ക് വേണ്ടി നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അതിന് നേതൃത്വം കൊടുക്കാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചു. അതൊരു കൂട്ടായ ഉത്തരവാദിത്തമാണ്. ജനപ്രതിനിധികളായിട്ടുള്ള എല്ലാവരും, ഉദ്യോഗസ്ഥരും എല്ലാവരും ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനമാണ്. ഏതെങ്കിലും തരത്തിൽ മേയർ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് മേഖല പരിശോധിച്ചാലും, അത് സാധാരണക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏത് മേഖല പരിശോധിച്ചാലും ആ മേഖലയിലെല്ലാം മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അത് വിദ്യാഭ്യാസ മേഖലയിൽ, കുട്ടികളുടെ മേഖലയിലാകട്ടെ, ആരോഗ്യ മേഖലയിലാകട്ടെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ, ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിൽ വരുന്ന സ്കൂളുകളുടെ എണ്ണം നോക്കിയാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ വരുന്നത് തിരുവനന്തപുരം നഗരസഭയ്ക്കാണ്. പരമാവധി എല്ലാ സ്കൂളുകളിലും സ്മാർട്ട് ക്ലാസ് റൂം നിർമ്മിക്കുന്നത് മുതൽ കുട്ടികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്, അവരുടെ വിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് നിരവധിയായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞു. അതുപോലെ പ്രധാനമായി കാണുന്ന ഒന്ന് ആരോഗ്യ മേഖലയാണ്. ആരോഗ്യ മേഖലയിൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആശുപത്രികളുള്ള, താലൂക്ക് ആശുപത്രികൾ വരെയുള്ള സംവിധാനങ്ങളുള്ളത് തിരുവനന്തപുരം നഗരസഭയ്ക്കാണ്. ആ നിലയിൽ ഒരുപാട് കാര്യങ്ങൾ ആരോഗ്യ മേഖലയിൽ ഏറ്റെടുക്കാൻ കഴിഞ്ഞു. ആർദ്ര കേരളം പുരസ്കാരം, സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ആർദ്ര കേരള പുരസ്കാരം തുടർച്ചയായി 3 തവണ ഏറ്റവും മികച്ച ആരോഗ്യ പരിപാലനത്തിനുള്ള, പ്രവർത്തനത്തിനുള്ള പുരസ്കാരം തിരുവനന്തപുരം നഗരസഭയ്ക്ക് ലഭിച്ചിട്ട് ഇപ്പോൾ 3 തവണ തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമാകട്ടെ, ഇപ്പോൾ നമ്മുടെ റോഡുകൾ, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, മറ്റ് ഇൻഫ്രാസ്ട്രക്ചറുകൾ, കൈമാറി കിട്ടിയ സ്ഥാപനങ്ങളാകട്ടെ, പുതിയ കെട്ടിടങ്ങളാകട്ടെ, അങ്ങനെ ഏത് മേഖല നോക്കിയാലും വികസനം നടത്താൻ വേണ്ടി കഴിഞ്ഞു. മറ്റൊന്ന്, നമ്മളെല്ലാം ഉയർത്തിപ്പിടിക്കുന്ന പൊതുവികസനത്തിൻ്റെ ഭാഗമായി തന്നെ ഒരു കാർബൺ ന്യൂട്രൽ ട്രിവാൻഡ്രം എന്ന് പറയുന്ന കാഴ്ചപ്പാടുകൾ നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇനി ഈ തുടർന്ന് വരുന്ന ഈ അടുത്ത ഭരണസമിതിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമായി ഞാൻ കാണുന്ന ഒരു കാര്യം, ഇന്ന് ചെയ്തു വെച്ച പ്രവർത്തനങ്ങളുടെ തുടർച്ച. സ്വാഭാവികമായും ഒരു ഭരണസമിതി കഴിഞ്ഞ് മറ്റൊരു ഭരണസമിതി വരുമ്പോൾ ഒരു തുടർച്ചയുണ്ടാകും. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, രാജ്യത്തും ലോകത്തും തന്നെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കാർബൺ ക്രെഡിറ്റ്സുകൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഏക തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തിരുവനന്തപുരം നഗരസഭയായിരിക്കും. അതായത് നമ്മൾ ചെയ്യുന്ന ഗ്രീൻ ഇനിഷ്യേറ്റീവ്സ്, നമ്മൾ ചെയ്യുന്ന കാർബൺ ന്യൂട്രൽ ഇനിഷ്യേറ്റീവ്സ്, അതുമൂലം നമുക്ക് കാർബൺ ക്രെഡിറ്റ്സ് കിട്ടുകയും കാർബൺ ക്രെഡിറ്റ്സ് ആവശ്യമായ ഇടങ്ങളിലേക്ക് ഇത് വിതരണം ചെയ്യാൻ കഴിയുന്ന ഒരു മാതൃക തീർക്കാൻ കഴിയുന്ന രാജ്യത്തെയും ലോകത്തെയും ഏക തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തിരുവനന്തപുരം നഗരസഭയായി മാറും. അങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അതിന് നേതൃത്വം കൊടുക്കാൻ ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സാധിച്ചു. സ്വാഭാവികമായും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ വിമർശനങ്ങൾ രാഷ്ട്രീയത്തിൽ ചില വിമർശനങ്ങൾ വരും. പക്ഷേ ഒരുപക്ഷെ രാഷ്ട്രീയ പ്രവർത്തകർ നേരിടുന്ന ഈ വിമർശനങ്ങൾ, അതിലെ യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കി, അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഒപ്പം ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് ഒരു ഭരണസമിതിയെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സാധിച്ചത്. അതിൽ നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ, നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റില്ലെങ്കിൽ അതിൽ ഭയപ്പെടേണ്ട, ആ വിമർശനങ്ങളിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ തിരുവനന്തപുരം നഗരസഭയ്ക്ക് നേതൃത്വം നൽകുന്ന ജനപ്രതിനിധികളുടെ ഭാഗത്ത് തെറ്റുകളില്ലാത്തിടത്തോളം കാലം ഞങ്ങൾ ആരും ഭയപ്പെട്ടു പോകില്ല, ഞങ്ങൾ ആരും പ്രയാസപ്പെട്ടിരിക്കില്ല എന്നുള്ളതാണ്. ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് അത് നടപ്പിലാക്കുക എന്നതാണ് ഏത് വിമർശനം വന്നാലും ഞങ്ങളെല്ലാം ശീലിച്ചിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ, വ്യക്തമാണ് ആര്യ. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെ സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. എന്താണ് ദുവക്കുട്ടിയുടെ വിശേഷം? ദുവക്കുട്ടി സുഖമായിരിക്കുന്നു. ഇപ്പോൾ ഉറക്കമാണ്, എണീറ്റിട്ടില്ല. ദുവയും നന്നായി സുഖമായിരിക്കുന്നു. വീട്ടിലെല്ലാവരും സുഖമായിരിക്കുന്നു. ചോദിച്ചതിനും നന്ദി. അപ്പോൾ എല്ലാവരോടും ഒരു അന്വേഷണം പറഞ്ഞു. പണ്ട് ഞാൻ ആ ഭാഗത്ത് താമസിക്കുന്ന സമയത്ത്, ട്രിവാൻഡ്രത്ത് ആ ഭാഗത്ത് താമസിക്കുന്ന സമയത്ത് മിക്കപ്പോഴും അച്ഛനെയും ഒക്കെ കാണുമായിരുന്നു. പക്ഷെ ഇപ്പോൾ പിന്നെ അവിടെ നിന്ന് മാറിയപ്പോൾ പിന്നീട് കാണാറില്ല. അപ്പോൾ എല്ലാവരെയും അന്വേഷണം കൂടി പറഞ്ഞേക്കൂ. ഒരുപാട് സന്തോഷം ആര്യ ജോയിൻ ചെയ്തതിന്. നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ.